ടോപ്പ് ഗൺ മാവറിക്കിന് ശേഷം ജോസഫ് കൊസിൻസ്കി സംവിധാനം ചെയ്ത് ബ്രാഡ് പിറ്റ് നായകനായി അഭിനയിച്ച പുതിയ സിനിമ കണ്ടു, F1. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിലിം, സൂപ്പർ ഫിലിം. ഐമാക്സിലാണ് ഞാൻ സിനിമ കണ്ടത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് F1 റേസിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഫിലിമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ F1 റേസ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാം ഈ ഫിലിം. ശരിക്കും ആ റേസും കാര്യങ്ങളും എല്ലാ സംഭവമൊക്കെ കിടിലനായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും റേസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിലാണ് ഈ സിനിമ കാണുന്നത്. അപ്പൊ അത്രയും അടിപൊളിയായിട്ടാണ് ഫിലിം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായ സിനിമ. ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90s F1 റേസിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവറാണ് സോണി ഹെയ്ൻസ് എന്ന് പറയുന്ന ബ്രാഡ് പിറ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പൊ അന്നൊരു ആക്സിഡന്റ് ഉണ്ടായി പുള്ളിയുടെ കരിയർ അവസാനിച്ചിരുന്നു. പിന്നെ 30 വർഷങ്ങൾക്ക് ശേഷം പുള്ളി വീണ്ടും F1 റേസിൽ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പൊ അത്രയും ഒരു ഗ്യാപ്പിന് ശേഷം പുള്ളി F1 റേസിലേക്ക് തിരിച്ചു വരുമ്പോൾ പുള്ളി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ബ്രാഡ് പിറ്റിന്റെ പെർഫോമൻസ് സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ആ ഒരു ലുക്കും പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും അടിപൊളിയായിട്ടാണ് സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് F1 മൂവി. അപ്പൊ ശരിക്കും ഐമാക്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഫിലിമാണ്. അപ്പൊ ഐമാക്സിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക F1 മൂവി. കിടിലം മൂവിയാണ്.